വീണ്ടും ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നടന്നിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രോമിനൻ്റ് രാജ്യമായിരുന്നു ഇറാൻ. ഇറാൻ്റെ പഴയ പേര് പേർഷ്യ എന്നാണ്. ബൈബിളിലൊക്കെ പരാമർശിച്ചിരിക്കുന്ന പേർഷ്യ 1979 ഇസ്ലാമിക അധിനിവേശം പേർഷ്യയിലുണ്ടാകുന്നത്. അതിനുശേഷം അത് ഇറാനായിട്ട് രൂപീകരിക്കുന്നു. 1979 മുമ്പ് പേർഷ്യയിലുള്ള സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ രീതിയിലായിരുന്നു. ഒരു വെസ്റ്റേൺ കൾച്ചറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാമിക സന്നിവേശം അവിടെ ഉണ്ടായതിനു ശേഷം സ്ത്രീകളുടെ വിദ്യാഭ്യാസം പിന്നോട്ടായി. അവർ ഫുള്ള് ശരീരം മുഴുവൻ മറച്ചുള്ള വസ്ത്രധാരണത്തിലേക്ക് അവരുണ്ടായിട്ട് വന്നു. കൾച്ചർ മൊത്തത്തിൽ മാറി. എന്നാൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടായിരിക്കും അമേരിക്കയും ഇസ്രയേലും ഈ ഇറാനോട് ഇത്ര ശത്രുത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇറാനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മൾ ആദ്യം ഇസ്രയേലിൻ്റെ ചരിത്രം പഠിക്കണം. ഇസ്രയേൽ അതായത് യഹൂദന്മാർക്ക് കഠിനമായ പീഡനം ഉണ്ടായ സമയത്ത് യഹൂദന്മാർ അവിടെ ചിന്നിച്ചിതറി വിവിധ രാജ്യങ്ങളിൽ പോയി അഭയം തേടുകയാണ് ഉണ്ടായത്. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ, കൊച്ചിയിൽ ഈ കഴിഞ്ഞ കാലം വരെ യഹൂദന്മാരുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ പോയി പാർത്ത സമയത്ത് അവർ ഇറാനിലും ഉണ്ടായിരുന്നു, പേർഷ്യയിലും അവർ താമസിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിക സന്നിവേശം ഉണ്ടായ സാഹചര്യത്തിൽ കൊടിയ പീഡനം വന്ന സമയത്ത് അവരവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്തത്. അങ്ങനെ വിവിധ രാജ്യങ്ങൾ ചിന്നിച്ചിതറി താമസിച്ച ഇസ്രയേൽ 1948 സ്വന്തമായി ഒരു രാജ്യം രൂപീകരിച്ച് സ്വന്തം രാഷ്ട്രമായി അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി സ്വന്തം രാഷ്ട്രം അവർ രൂപീകരിക്കണം 1948. അവിടുന്ന് ഇവർക്ക് എപ്പോഴും ശത്രുരാജ്യങ്ങളായ അറേബ്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങളുടെ എല്ലാം പക അവരോട് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഈ 2023 തോന്നുന്നു, 2022-23 തോന്നുന്നു, ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ നിന്ന് നുഴഞ്ഞു കയറി ലേറ്റസ്റ്റായിട്ട് അവിടെയുള്ള യഹൂദന്മാരെ പലരെയും കൊന്നൊടുക്കുന്ന ഒരു വാർത്ത നമ്മളെല്ലാം ലൈവ് ചാനലിലൂടെ കണ്ടതാണ്. അതിനുശേഷമാണ് വീണ്ടും ഇസ്രയേൽ എന്ത് ചെയ്തത്? ഹമാസ് തീവ്രവാദത്തിനെതിരെ അതിശക്തമായി മുൻപോട്ട് വന്നത്. അതുകൊണ്ടാണ് ഗാസ മുഴുവൻ അടിച്ചു തകർത്തത്. ഒരു കുഴപ്പമില്ലായിരുന്ന രാജ്യമായിരുന്നു ഗാസ. ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന നല്ലൊരു പട്ടണമായിരുന്നു. അത് മുഴുവൻ ഇപ്പം ചാരമായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇസ്രയേലിൻ്റെ IQ പവർ, അവൻ്റെ ആ ബുദ്ധി, സൂക്ഷ്മ ബുദ്ധിയും അവൻ്റെ ആ അറിവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഫേസ്ബുക്ക് തന്നെ യഹൂദൻ്റെയാണ്. അതുപോലെ തന്നെ വാട്സപ്പ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലുള്ള ഇതിലൂടെയുള്ള നമ്മൾ സംസാരിക്കുക, ഉപയോഗിക്കുക, ഓരോ പ്രാവശ്യം സ്കൂൾ ചെയ്യുന്ന ഓരോ മൊമെൻറ്റിലും കിട്ടുന്ന എമൗണ്ട് അവന് പോകുന്നത് ഇസ്രയേലിനാണ്. അത്രയ്ക്ക് നമുക്കറിയാം, നാട്ടിൽ നിന്ന് ഇസ്രയേലിൽ കെയർടേക്കറായി ഫാമിലി നോക്കുന്നതിന് വേണ്ടി പോകുന്ന ആളുകളൊക്കെ സാലറി എന്ന് പറഞ്ഞാൽ വലിയ ഒരു എമൗണ്ടാണ്. അവിടെ പോയി ധാരാളം സമ്പത്തുമായി നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുന്ന ആളുകളെ നമുക്കറിയാവുന്നതാണ്. അത്രയ്ക്ക് സേഫ്റ്റിയാണ് ഇസ്രയേൽ ജീവിക്കാൻ. കാരണം അയൺ ഡോം ഉൾപ്പെടെയുള്ള എല്ലാ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നിക്ക് അവർക്കറിയാവുന്ന എല്ലാ ഉപകരണങ്ങളും ഉള്ളൊരു നല്ലൊരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അതിന് കൂടാതെ തന്നെ അമേരിക്കയുടെ വൻ സപ്പോർട്ടുമുണ്ട്. കാരണം ഒരു കാലത്ത് അമേരിക്കയുടെ എല്ലാ ടെക്നോളജിയിലും യഹൂദന്മാരുണ്ടായിരുന്നു. അവരായിരുന്നു ഈ അമേരിക്കയുടെ മറ്റ് യുദ്ധതന്ത്രങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇറാനോട് ഇത്ര ദേഷ്യം ഉണ്ടാകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് പിന്നിൽ നിന്നുകൊണ്ട് ഈ തീവ്രവാദത്തെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയും അറേബ്യൻ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഇപ്പം മറ്റ് രാജ്യങ്ങളൊക്കെ അവരുമായിട്ട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, അവരെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇറാൻ നമുക്കറിയാം ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ഡോമിനൻ്റായിട്ട് റിച്ചായിട്ടുള്ളൊരു രാജ്യമായിരുന്നു. അതുപോലെ തന്നെ എണ്ണയുടെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു. കുറേ കാലം അത് വെസ്റ്റേൺ കൺട്രീസിൻ്റെ കൺട്രോളിലാണ് പോയിരുന്നെങ്കിലും അതിനുശേഷം അവരത് അവരുടേതായ കൺട്രോളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത്. പിന്നെ രണ്ടാമത് ആണവായുധം നിർമ്മിക്കുന്നതിൽ അവരൊരു രാജ്യങ്ങളെല്ലാം ചേർന്നൊരു കരാറ് രൂപീകരിക്കുകയും, എന്നാൽ ഇറാൻ രഹസ്യമായി വീണ്ടും അത് വികസിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ഒരു വിദ്വേഷവും വൈരാഗ്യവും ഇറാനുമായി ഉണ്ടായിരുന്നു. അതൊക്കെ നിലനിൽക്കെ തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ അയത്തുള്ള ഖമേനി എന്ന ഈ ലീഡറിലൂടെയായിരുന്നു. കാരണം 1979
പേർഷ്യ ഇസ്ലാം രാഷ്ട്രമായി ആയതിനു ശേഷം ഈ ഇവരുടെ ഈ ഒരു പ്രവർത്തന തീവ്രവാദ സപ്പോർട്ടും കാര്യങ്ങളും ഞാനൊരു കാര്യം പറയാം. നമുക്ക് രാജ്യത്തിനടുത്തൊരു തീവ്രവാദ സംഘടന ഉണ്ടെങ്കിൽ, ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ, അവരുമായി ഏറ്റുമുട്ടുമ്പോൾ ഓരോ പ്രാവശ്യവും യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കാം, തൊട്ടടുത്ത് പാകിസ്ഥാന് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഒത്തിരി സാമ്പത്തിക നഷ്ടം ഉണ്ടായത്. പഹൽഗാമിൽ നമ്മളൊന്നും ചെയ്തില്ല. അവരിവിടെ വന്നു, നമ്മുടെ ആൾക്കാരെ അവർ ഷൂട്ട് ചെയ്തു, വെടിവെച്ച് കൊന്നപ്പോൾ നമുക്ക് തിരിച്ച് പ്രതികരിക്കാതിരിക്കാൻ മേല. നമ്മൾ യുദ്ധത്തിനിറങ്ങി നമുക്ക് എത്രയോ കോടികളാണ് നഷ്ടം വന്നത്. അതുപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ നശിപ്പിക്കുന്ന ഒന്നാണ് അനാവശ്യമായ തീവ്രവാദം. വെറുതെ ഇരിക്കുന്നവരെ ചെന്ന് ഉപദ്രവിച്ചിട്ട് പിന്നെ അവരുമായിട്ട് ചൊറിഞ്ഞുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇസ്രായേൽ വളരെ സമാധാനമായിട്ട് പോകുന്ന രാഷ്ട്രമായിരുന്നു. അവരെ ആക്രമിക്കാൻ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നപ്പോഴാണ് അവർ തിരിച്ചാക്രമിക്കുന്നത്. പക്ഷേ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ടെക്നോളജി ഉണ്ട്. ഇവൻ അമേരിക്ക പോലും അവരോട് നിൽക്കുന്നത്. കാരണം അമേരിക്കയിലെ എല്ലാ കാര്യങ്ങളിലും ടെക്നോളജി വളർത്തിക്കൊണ്ട് വന്നത് യഹൂദന്മാരാണ്. അവർ ഐക്യപവർ എന്നൊരു പ്രത്യേകതയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ യഹൂദന്മാരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവർക്ക് കടുത്ത പീഡനം നൽകി. അതുപോലെ തന്നെ പാലസ്തീൻകാരുടെ അണ്ടറിൽ അടിമകളായിട്ട് ഒരു കഴിയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അങ്ങോട്ട് കൊടിയ പീഡനങ്ങളുടെ രാജ്യത്ത് പല സ്ഥലങ്ങളും ചിഹ്നിച്ചെതിരെ പാർത്തു. അതിനുശേഷം വീണ്ടും അവർ ഒരുമിച്ച് ഇസ്രായേലിൽ വീണ്ടും ഒന്നിച്ച് അവർ സ്വന്തം രാഷ്ട്രം രൂപീകരിച്ചു. ഇതൊക്കെ യഥാർത്ഥ ചരിത്രമാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്ത് വീണ്ടും ഇസ്രായേൽ കാരണം ടെക്നോളജി ഉണ്ട്. അവൻ കൃത്യമായ രീതിയിൽ മറ്റുള്ള ആളുകൾക്കോ ജനങ്ങൾക്കോ ഉപദ്രവം വരുത്താത്ത രീതിയിൽ തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവരാ കൊല്ലേണ്ട ആൾക്കാരെ കൃത്യമായിട്ടുള്ള തീവ്രവാദി സംഘടനകൾ തീവ്രവാദത്തിൻ്റെ മെയിൻ ലീഡേഴ്സിനെ കൊന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇറാനിലെ ആൾക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. US നന്ദി പറഞ്ഞുകൊണ്ട്, ഇസ്രായേലിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആർത്ത് ഉല്ലസിക്കുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇറാനിയൻ പേർഷ്യൻ വംശത്തിലുള്ള ആൾക്കാർ സന്തോഷത്തോടെ കിടന്ന് ചാടുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഭരണത്തിൽ ജനങ്ങൾ മടുത്തു. ജനങ്ങൾ വളരെയേറെ മടുത്തത് കൊണ്ടാണ് ജനങ്ങൾ അമേരിക്കയുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സപ്പോർട്ടും അവർ ആഗ്രഹിച്ചതും ഇസ്രായേലും അമേരിക്കയും കൂടെ കൂടിച്ച് എന്ത് ചെയ്ത് ഈ ഇറാൻ്റെ തീവ്രവാദ ലീഡേഴ്സിനെയൊക്കെ കൊന്നൊടുക്കിയത്. അപ്പം ജനങ്ങളിലേക്ക് ഭരണം വരിക, ജനങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ചാനലുകളെല്ലാം കള്ളവാർത്തകളാണ് കൊടുത്തത്. ഏതാണ്ട് ഇസ്രായേലിൽ ഏതാണ്ട് വലിയ സംഭവം അവിടെ നിൽക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ലൈവ് ഇടുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു വിഷയവുമില്ല, ഇസ്രായേലിലൊരു പ്രശ്നമില്ല. ഇറാനിലും അതുപോലെ തന്നെ കുവൈറ്റിലായിക്കോട്ടെ, ബഹ്റിനിലായിക്കോട്ടെ, ഒമാനിലായിക്കോട്ടെ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ അവിടെയൊക്കെ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെയുള്ള ചാനലുകൾ വളരെ വലിയ വാർത്തകളാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒമാനും ഖത്തറിലും അതുപോലെ തന്നെ കുവൈറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പേരൻസൊക്കെ പേടിച്ച് പോകുന്ന രീതിയിലുള്ള കള്ള വാർത്ത, ഭയങ്കരമായ ഒരു റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടി, ആളുകൾ കൂടുതൽ വാച്ച് ചെയ്യുന്നതിന് വേണ്ടി വളരെ ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇവിടെ നമുക്ക് കൂടുതലും വന്നത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി നമുക്ക് പല വാർത്തകളും കാണുവാൻ സാധിച്ചു. എന്നാൽ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടയായി തീർന്നത് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത്, ഇങ്ങനൊരു യുദ്ധം കുറേ കാലമായിട്ട് ഇങ്ങനെ അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇങ്ങനൊരു സംഘർഷം നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചപ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായത്. കാരണം തീവ്രവാദം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ അവർ കൂടുതൽ വലിയൊരു അണ്വായുധം വികസിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഇവർ പറയുന്നിടത്ത് ലോകം മുട്ടുമുടക്കേണ്ടതായിട്ട് വരും. അതിനനുവദിക്കത്തില്ല എന്നുള്ളൊരൊറ്റ തീരുമാനമാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ചെയ്തത്. ഇതൊരു നല്ല കാര്യമാണ്, ഇതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.